അള്ളാഹുവിൻ്റെ അർശിനെ പോലും കുലുക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ഇസ്മുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഇസ്മിനെ നിശ്ചിത എണ്ണം അല്ലെങ്കിൽ പറയുന്ന എണ്ണം ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അവന് ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് മഹാരഥന്മാർ അനുഭവങ്ങളിലൂടെ പറഞ്ഞ അത്ഭുതത്തിന്റെ ഇസ്മു. എന്താണ് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു തുടങ്ങുന്ന അർശം എന്ന് പറഞ്ഞാൽ എന്താണ്? അർശിന്റെ വലിപ്പം എത്രയാണ്? അർശം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ വിശദീകരണം എന്താണ് എന്ന് അതുമാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുവാൻ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്കോ എക്സാമിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ നെഞ്ചിൽ കൈവച്ച് 5 തവണ ഈ ഇസ്മ പറഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങിയാൽ പരിപൂർണമായും വിജയത്തിലല്ലാതെ മടങ്ങി വരില്ല എന്ന് നബിതങ്ങൾ പറഞ്ഞ മഹാരഥന്മാർ പറഞ്ഞു തന്ന അത്ഭുതത്തിന്റെ ഏറ്റവും ചില ഇസ്മകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനസ്സിലാക്കുവാനും പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയത്തിലൂടെ സഞ്ചരിക്കുകയാണ് നാം അൽഹംദുലില്ലാഹ് വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ഒരു പാതയിലൂടെ. അല്ലാഹു കൂടെ നിന്നവർ, സഹായിച്ചവർ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, ഇതിന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക, നമ്മളിന്ന് പഠിക്കുക ചില ഇസ്മുകളെ പറ്റിയാണ്. ഇസ്മ എന്ന് പറഞ്ഞാലേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്ന ഇസ്മുകൾ അത് അസ്മാഹുൽ ഹുസ്നയാണ്. അള്ളാഹുവിന്റെ നാമങ്ങളാണ് കൂടുതലായി നമ്മൾ ഇസ്മുകൾ എന്ന് പറയുക. അതിലെ ആ അസ്മാഹുൽ ഹുസ്നയിലെ പ്രധാനപ്പെട്ട എല്ലാത്തിനും പ്രാധാന്യമുണ്ട്. ഓരോ ലോക്കറുകളാണ് ഓരോ ഇസ്മുകൾ എന്നാണ് മഹത്തുക്കൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രഹസ്യങ്ങളുടെ താക്കോലാണ്, രഹസ്യങ്ങളുടെ വലിയ ഒരു സഞ്ചയമാണ്, കൂടാരമാണ്, കേദാരമാണ് അസ്മാഹുൽ ഹുസ്ന. നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ അസ്മാഹുൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആരക്കിൻ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുടങ്ങാതെ എല്ലാ ദിവസവും അസ്മാഹുൽ ഹുസ്ന നിങ്ങൾ പാരായണം ചെയ്യും, ഈമാനോടെ മരിക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്മാഹുൽ ഹുസ്ന മനപ്പാഠമാക്കി ആ ശരീരത്തിൽ, ആ കൽബിൽ നരകത്തിന്റെ തീ സ്പർശിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തുടങ്ങി ഒട്ടനവധി അനേകം നേട്ടങ്ങളും മഹത്വങ്ങളും അസ്മാഹുൽ ഹുസ്നയ്ക്ക് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ആ അള്ളാഹുവിന്റെ നാമങ്ങൾ ഓരോന്നിനും ചില പ്രത്യേകമായ ചില പവർ ഉണ്ട്, അല്ലെ? ഓരോ കാര്യത്തിനും ചില പ്രത്യേകമായ പവർ ഉണ്ട്. ആ പവർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്താൽ, അതിനെ സേവിച്ചാൽ, അതിനെ കഴിച്ചാൽ, അതിനെ ചൊല്ലിയാൽ, അതിനെ ചേർത്ത് പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിജയിക്കാൻ കഴിയും. ഉദാഹരണം, പാരാസിറ്റാമോൾ എന്നൊരു ഗുളിക. പാരാസിറ്റാമോൾ ഗുളിക നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഡോളോ എന്ന ഗുളിക. അതെന്തിനാ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുക? പനി വന്നാൽ, ശരീരം വേദന, അതുമായി ബന്ധപ്പെട്ട അസുഖം നമ്മൾ അപ്പോഴേ ഒരു ഡോളോ എടുത്ത് അതൊരു പാരാസിറ്റമോൾ, അതിനാണ്. മുട്ടുവേദനയ്ക്ക് ഡോളോ കഴിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പൊ ചില മരുന്നുകൾ അതതിനായിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും ചില ഇസ്മുകൾ ചില കാര്യങ്ങൾക്ക് പ്രത്യേകമായി സ്പെസിഫിക് ചെയ്ത് പ്രത്യേകതമായ നമുക്കൊരു നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ചില ഇസ്മുകളുണ്ട്. അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങുന്ന ഒരു ഇസ്മുണ്ട്. അള്ളാഹുവിന്റെ ഈ ഒരു ഇസ്മിനെ ഒരാൾ കൽബിൽ തട്ടി പറഞ്ഞാൽ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങുന്നതാണ്. എന്താണ് അർശ്? നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു തുടങ്ങുന്നു, അർശ് അർശ് അർശ്. എന്താണ് അർശ്? അർശിനെ കുറിച്ച് നമുക്ക് എന്തറിയാം? അർശ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്ക് അറിവുള്ള സൃഷ്ടികളിൽ വെച്ച് ആദ്യത്തെ സൃഷ്ടിയാണ് അർശ്. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിചരാചരങ്ങളിൽ ആദ്യത്തെ സൃഷ്ടിയാണ് അർശ്. അള്ളാഹു അർശിനെ സൃഷ്ടിച്ചത് വെള്ളത്തിന് മുകളിലായിട്ടാണ്. പിന്നീടാണ് ഭൂമിയെയും ആകാശത്തെയും സൃഷ്ടിച്ചത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുപോലെ അള്ളാഹുവിന്റെ ദുനിയാവിൽ അല്ലെങ്കിൽ പരലോകത്തിൽ, ഇഹലോകത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും ഭാരമുള്ളത് പർവ്വതങ്ങളല്ല, മാമലകളല്ല, കല്ലുകളല്ല, പിന്നെയോ ഏറ്റവും ഭാരമുള്ളത് അർശാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഭാരമുള്ള വസ്തു അത് അള്ളാഹുവിന്റെ അർശാണ്. മാത്രമല്ല, സ്വർഗത്തിലൂടെ ഒഴുകുന്ന നദികളുണ്ട്. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഈ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ സ്വർഗീയ നദികളുടെ ഉത്ഭവം അത് പരിശുദ്ധമായ അർശിന്റെ താഴ്ഭാഗത്ത് നിന്നാണ്. മാത്രമല്ല, നബി തങ്ങൾ പറഞ്ഞതിന്റെ വലിപ്പത്തെ പറ്റി പറഞ്ഞു, 7 ആകാശവും 7 ഭൂമിയും അതിലുള്ള സർവമാന വസ്തുക്കളും കൊണ്ടുവന്ന് ഒരു കടലിന്റെ അർശിന്റെ ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചാൽ കടലിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ കടലിൽ നമ്മുടെ മോതിരം ഊരി വെച്ചാൽ എത്രയുണ്ടോ അത്രയുണ്ടാവുള്ളൂ എന്നാണ്.
അപ്പൊ വലിപ്പം നമുക്ക് മനസ്സിലാകുമല്ലോ. മറ്റൊരു ഹദീസിൽ ഈ വളയം അല്ലെങ്കിൽ കയ്യിലിടുന്ന വളയോ ഈ മോതിരമോ കൊണ്ടുവന്ന മരുഭൂമി, വിശാലമായൊരു മരുഭൂമിയിൽ എവിടെയെങ്കിലും വെച്ചാൽ അത് എങ്ങനെയാണോ അതാണ് അള്ളാഹുവിന്റെ അർശും ഭൂമിയും ആകാശവും തമ്മിലെന്ന് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രയും പ്രവിശാലമായ അർശ്, അള്ളാഹുവിന്റെ പാദം വന്ന് നിൽക്കുന്ന, ആ പാദം വെക്കുന്ന അല്ലെങ്കിൽ ആ പാദത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട കുർശി, ഈ അർശം എന്ന് പറഞ്ഞ അള്ളാഹിന്റെ സിംഹാസനമാണ്. ഈ അർശ് കുലുങ്ങുന്നാണ്. അള്ളാഹ് ചോദിക്കും, അർശ് കുലുങ്ങുന്നുണ്ടല്ലോ, എന്താ മലക്കുകളെ അന്വേഷിക്കാൻ? അള്ളാഹ്ക്കറിയാം, എന്നാലും മലക്കുകളോട് പറയും നിങ്ങളൊന്ന് അന്വേഷിക്കാൻ. അപ്പൊ മലക്കുകൾ, മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയും, പടച്ചോനെ, നിന്റെ അടിമകളിൽപ്പെട്ട ഇന്നാലിന്ന കേരള സംസ്ഥാനത്തിലെ, ഇന്നാലിന്ന ജില്ലയിലെ, ഇന്നാലിന്ന സ്ഥലത്തെ, ഇന്നാലിന്ന കുടുംബത്തിലെ, ഇന്നാലിന്ന വാപ്പയുടെ, ഇന്ന ഉമ്മയുടെ മകൻ അല്ലെങ്കിൽ മകൾ എന്റെ ഇസ്മ പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്, അതാമിന്റെ അർശ് കുലുങ്ങണേ. അള്ളാഹ് പറയും, അവരാ ആവശ്യമുള്ളത് കൊടുത്തോ. ഈ ഇസ്മിനെ ജിബിരിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകിൽ എഴുതിയിട്ടുണ്ടെന്നാണ്. അപ്പൊ എത്രയും മഹത്തുണ്ട്. ആ ജിബിരിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറകിൽ എഴുതിയിരിക്കുന്ന അള്ളാഹുവിന്റെ അർശ് കുലുങ്ങാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ ഇസ്മ ഏതെന്നറിയോ? നമ്മൾ ദുആ ചെയ്യുമ്പോൾ 15 വട്ടം ഈ ഇസ്മ നമ്മളൊന്ന് പറയണം. 15 വട്ടം ഈ ഇസ്മിനെ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ ഉത്തരം ഉറപ്പാണ്. ഏതാണ് ഇസ്മ? അത് പറയും. നമുക്കറിയാവുന്ന ഇസ്മാണ്, നോക്കട്ടെ. മാലുസ് നമുക്ക് അറിഞ്ഞൂടെ? വളരെ ചൊല്ലുന്ന ഇസ്മാണ്. ഏതെന്നറിയോ? യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്ക് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി കൂടെ തന്നെ പഠിച്ചു പോകുന്നു. യാ ദൽ ജലാൽ, യാ മാലിക്കൽ മുൽക്ക്, യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഈ ഇസ്മ 15 വട്ടം നിങ്ങൾ ചൊല്ലിയിട്ട് ദ്വാരക്കിൻ ഉത്തരം ഉറപ്പ്. അർശ് പോലും കുലുങ്ങി നിങ്ങൾക്ക് വേണ്ടത് അല്ലാഹ് തരുമെന്നാണ്. ഒരെണ്ണം കൂടി പറഞ്ഞുതരാം. ഒരു ഇസ്മിന്റെ മഹത്വം കൂടി പറഞ്ഞുതരാം. കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വിശദീകരിച്ച് പറയുന്നില്ല, വേഗം പറഞ്ഞ് അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് അധിക സമയം ഇരിക്കുമ്പോൾ ഇത്രയുണ്ടോന്ന്, കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവ്, അതാണ് നമ്മുടെ ആശയം ഇൻഷാ അല്ലാഹ്. രണ്ടാമതൊരു ഇസ്മ, നമ്മൾ എവിടെയെങ്കിലും പോവാൻ, ഒരു പഞ്ചായത്തിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്, ഏതെങ്കിലും ഓഫീസർമാരെ നമുക്ക് അനുകൂലമായി വിധിക്കാനുണ്ട്, ഒരു കേസ്, നമ്മൾ നിരപരാധികളാണ്, കേസ് അനുകൂലമായി ജഡ്ജി നമുക്ക് വിധിക്കാനുണ്ട്, എക്സാമിന് പോകുന്നു, ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോകുന്നു, അപ്പോയിന്റ്മെന്റിന് പോകുന്നു, അങ്ങനെ ഏതൊരു നല്ല കാര്യത്തിന് വേണ്ടി പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വലതു കൈ ഞാനിങ്ങനെ വലതു കൈ പൊക്കുമ്പോൾ ചില ആളുകൾ പറയുന്നു, ഉസ്താദ് നിങ്ങൾ ഇടത്തെ കൈയാണല്ലോ പൊക്കണേന്ന്. നമ്മൾ ക്യാമറയുടെ പ്രശ്നം കേട്ടോ. നമ്മൾ ഫോണിലെ ക്യാമറ നമ്മൾ എടുക്കുമ്പോൾ വലത് ഇടതായിട്ട് തോന്നും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, അതിന്റെ പ്രശ്നമാണ്. അല്ലാതെ ഞാൻ വലത്തെ കൈ പൊക്കി ഇടത്തെ കൈ പൊക്കിയിട്ട് വലത്തെ കൈ എന്ന് പറയുന്നതല്ല എന്ന് സന്ദർഭോചിതമായി ഉണർത്തണം. പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ വാച്ച് ഇന്ന കയ്യിലാണല്ലോ, മോതിരം ഇന്ന കയ്യിലാണല്ലോ, നേരിട്ട് അങ്ങനല്ലല്ലോ എന്ന് ഈ അടുത്ത് എന്നോടൊരു ഉപ്പ സംസാരിക്കുകയുണ്ടായി. അത് ക്യാമറയുടെ പ്രശ്നമാണ് കൂടെ അവസരം ഉണർത്തുകയാണ്. അപ്പൊ എന്റെ പ്രിയമുള്ളവരെ, വലത്തെ കൈ എടുക്കുക. വലത്തെ കൈ എടുത്ത് നമ്മുടെ നെഞ്ചിലേക്ക് വെക്കുക. നെഞ്ചിലേക്ക് വെച്ചിട്ട് നമ്മൾ പറയണം, യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ്, 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 യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ്. 5 വട്ടം ചൊല്ലിയിട്ട് നെഞ്ചിലേക്ക് ഒന്ന് ഊതിൻ. എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യിൻ, നിങ്ങൾ പോകിൻ, അള്ളാഹു അതിൽ അനുകൂലമാക്കി തരുമെന്നാണ്. എന്നിട്ടോ ഇതൊരു 17 വട്ടം നെഞ്ചിൽ കൈവച്ച് 5 ഓതുക. ഒരു 17 വട്ടം അല്ലാതെ യാ ഗനി യാ മുഗ്നി യാ അല്ലാഹ്, യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ്, യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ് എന്ന് 17 വട്ടം ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹാരന്മാർ രേഖപ്പെടുത്തി വെക്കാം. അപ്പൊ ഈ 2 ഇസ്മുകൾ നമ്മൾ കൽബിൽ തട്ടി ചൊല്ലിയാൽ ഉറപ്പായും നമുക്ക് ബലമുണ്ടാകും. അള്ളാന്റെ അസ്മാഉൽ ഹുസ്നയ്ക്ക് എന്തായാലും മഹത്വമുണ്ട്. അതില്ലെന്ന് ആർക്കും പറയാൻ പറ്റൂലല്ലോ, അതില്ലെന്ന് ആരും അംഗീകരിക്കാതിരിക്കുന്നില്ലല്ലോ. അള്ളാന്റെ നാമങ്ങൾ 1,24,000 പല നാമങ്ങളുണ്ട് എന്ന് റിപ്പോർട്ടുകൾ കാണാം. അതല്ല, 100 കണക്കിന് 1000 ഇസ്മുകളുണ്ട്. നമുക്കറിയാവുന്ന ആകെ 99 ഇസ്മുകളേ ഉള്ളൂ എന്ന് കരുതി അള്ളാന്റെ 99 നാമങ്ങൾ മാത്രമല്ല, അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ് ഇസ്മുകൾ. അപ്പൊ എന്ത് തന്നെ ആയാലും ഇൻഷാ അല്ലാഹ് നമ്മൾ വരും ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് ഓരോ ഇസ്മുകളുടെ മഹത്വം നമ്മൾ പഠിക്കണം. അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ അർശ് കുലുങ്ങാൻ കഴിയുന്ന, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന, ഏതാഗ്രഹം അള്ളാഹു നിറവേറ്റി തരുന്ന, ഏതൊരു പരീക്ഷണ ഘട്ടത്തിലാകട്ടെ, ഏതൊരു ആവശ്യത്തിനാകട്ടെ പോകുമ്പോൾ ഹലാലായ ആവശ്യം അള്ളാഹു നിറവേറ്റി തരാൻ കഴിയുന്ന അത്ഭുതത്തിന്റെ ചില ഇസ്മുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ഇസ്മുകൾ ചൊല്ലി അസ്മാഉൽ ഹുസ്ന ചൊല്ലി
മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയവുമായിട്ടാണ് മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ് ഇനിയും അങ്ങനെ തന്നെ ആകണം എന്നാണ് ആഗ്രഹം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, നേരിട്ട് പറഞ്ഞവർ, മെസ്സേജ് അയച്ചവർ, ഫോണിലൂടെ പറഞ്ഞവർ, എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹ് ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരമെന്ന ആത്മീയ മജ്ലിസ് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും ഇൻഷാ അല്ലാഹ് ബദറിൻ തീരമെന്ന ആത്മീയ മജ്ലിസ് നാം വിനീതം നടത്തുന്നുണ്ട്. ആയിരങ്ങൾ സംഗമിക്കുന്ന മജ്ലിസാണ്. തിബ്ബുസ് സ്വലാത്തും അസ്മാഹുൽ ഹുസ്നയും ഹദ്ദാദ് റാത്തീബും മഹാന്മാരുടെ ചരിത്രം പാടി പറയലുകളുമായി അൽഹംദുലില്ലാഹ് ഒരു മണിക്കൂർ 1.25 മണിക്കൂർ ആത്മീയ നിർവൃതിയാണ് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. ഇൻഷാ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആ ചാനലിന്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മൾ കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ആ ചാനലിലേക്ക് കയറാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളും ദ്വാരക്കണം, വ്യക്തിപരമായ ദുആയിലേക്ക് സാധുവിനെ ഉൾപ്പെടുത്തണം. ഇതുപോലെ നല്ല നല്ല അറിവുകൾ ഇൻഷാ അല്ലാഹ് രാവിലെ ഒരു വീഡിയോ, വൈകുന്നേരം ഒരു ദിക്റിന്റെ ദുആയുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറിയ ദുആ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.